guys, Assalamualaikum. Welcome to Life with Joseph. ഇന്ന് എല്ലാവർക്കും അറിയാം ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങൽ ക്രിസ്മസ് പൂട്ട് കഴിഞ്ഞ് സ്കൂൾക്ക് പോകുമ്പോൾ എല്ലാവരും പ്രശ്നമാണ് പഠിച്ചോനെ ക്രിസ്മസ് എക്സാം പേപ്പർ കിട്ടുമല്ലോ അല്ലേ. അപ്പം അങ്ങനെ എനിക്ക് ക്രിസ്മസ് പേപ്പേഴ്സ് ഒക്കെ കിട്ടി. അപ്പം ക്രിസ്മസ് പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ക്രിസ്മസ് എക്സാം പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ ഞാൻ ഫെയിലാണോ പാസ്സാണോ എന്നുള്ളത്. ഓരോ വിഷയങ്ങളായിട്ട് ഞാൻ കാണിക്കുക. ഞാൻ ഫസ്റ്റ് എക്സാമിനും ഓൺ എക്സാമിനൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ക്രിസ്മസിനെങ്കിലും എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്താലാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് ഇത് കുത്തുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇഷ്ടം, ഫ്രെയിമുണ്ട് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഏത് വിഷയത്തിൽ നിന്നാൽ തുടങ്ങാൻ പറയാം. അപ്പം ഇതിൻ്റെ സ്ഥിരം സ്പോട്ടൊന്നുമല്ല ഗൈസ്. തുടങ്ങല്ലേ? അയ്യോ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഏതാ വിഷയം ഇത് നോക്കാം. വിഷയം നമുക്ക് സോഷ്യൽ സയൻസിൽ തന്നെ തുടങ്ങാം. ഞാൻ പഠിക്കുന്നത് SOHSS അരീക്കോട് എന്ന് പറഞ്ഞ സ്കൂളാണ്. സുല്ലമുസലാം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ ഒരു അരീക്കോടിലെ തന്നെ മികച്ച അടിപൊളി സ്കൂൾ തന്നെയാണ്. ഇവിടെ അറിയപ്പെടുന്ന നല്ല മികച്ച സ്കൂളും കൂടിയാണ് അരീക്കോട് സുല്ലമുസലാം എന്ന സ്കൂള്. അപ്പം അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ പേര് ഫാത്തിമ. ഞാൻ 6th പഠിക്കുന്നത്. അതുകൂടി പറയാമല്ലോ, 6th പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് സോഷ്യൽ നോക്കാം. അത് നമുക്ക് സോഷ്യൽ സയൻസ് മാർക്കുണ്ടെങ്കിൽ. അപ്പം ഇതിൽ എനിക്ക് മാർക്ക് എന്ന് പറയുന്നത് 13 out of 27. It's a good mark to me. കാരണം SS എന്ന് പറഞ്ഞ വിഷയം എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു വിഷയം കൂടിയായിരുന്നു. കാരണം SS-ൻ്റെ പഠിപ്പിക്കുന്ന എൻ്റെ പഠിപ്പിക്കുന്ന സർ എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ് ടീച്ചറാണ്. അപ്പം മാർക്ക് എത്രയാണോ എന്നുള്ള രീതിയിലാണല്ലോ നമ്മളെ വക വെക്കുക. മീൻസ് നമ്മൾ എത്ര പഠിക്കില്ല എന്നുള്ളതൊക്കെ ഒരു ഇത് വരിക. അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര പേടി. സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല മാർക്ക് വേണം, മറ്റത് മറിച്ച് അങ്ങനെ നല്ലോണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ്റിയിൽ എനിക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പേപ്പർ കിട്ടുന്നതിൻ്റെ എൻ്റെ റോൾ നമ്പറിൻ്റെ മുമ്പ് ഇങ്ങനെ പേപ്പർ കൊടുക്കുമ്പോൾ എൻ്റെ നെഞ്ച് ശരിക്കും വരികയാണെങ്കിൽ ഹാർട്ട് ബീറ്റ് ബീറ്റ് ചെയ്യായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ 27 കേട്ടപ്പം എനിക്ക് നല്ല സന്തോഷമായി. അപ്പം 3 മാർക്കേ പോയിട്ടുള്ളൂ. 3 ഒരു 5-6 മാർക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെനിക്ക് A ഗ്രേഡാണ്. അയ്യോ, അടുത്ത നമ്മളെ എല്ലാവരും നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് എടുക്കാം. അടുത്ത വിഷയം എല്ലാവർക്കും ഈസിയും ടഫുമായ ഒരു വിഷയമാണല്ലോ, മാത്സ്. അപ്പം മാത്സിൽ ഏത് ഗ്രേഡാണ്, എത്ര മാർക്കാണെന്നുള്ളത് കാണാം. ഞാൻ മാത്തമാറ്റിക്സിനൊന്ന് ഫുള്ളാക്കിയതല്ല മാത്സ്. അത്
മാത്സിൽ റിയലി ഞങ്ങൾക്ക് 30 മാർക്ക്. പക്ഷേ ഞങ്ങൾക്ക് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. ശരിക്കും 5 പഠിച്ചതാണ്. പക്ഷെ നമ്പേഴ്സ് ഒരു പാഠമുണ്ട്, ആ പാഠം ഞങ്ങൾക്ക് എടുത്തിട്ടില്ല. അപ്പം ഒരു പാഠം എടുത്തിട്ടില്ല. അപ്പം സാറ് പറഞ്ഞു അതിന് മാർക്ക് കുറക്കാമെന്ന്. അപ്പം അതിന്ന് 2 ആക്ടിവിറ്റിയും പിന്നെ സാർ എടുക്കാത്ത ഏതോ വന്നതിന്നും ഒരു ആക്ടിവിറ്റിയും. അല്ല, അത് റിയലി ആർക്കും ക്ലിയർ ആയിട്ടില്ല അത് സംഭവം. അത് ആ ഒരു ഭാഗത്തേക്ക് എത്താത്തത് കൊണ്ടും സാറ് റിയലി ഈ ആസാമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുറേ സയൻസ് ഫെയറിൻ്റെ കാര്യങ്ങളിൽ. അപ്പം അങ്ങനെ കുറേ ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സാറിന് കുറേ ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല. അപ്പം 3-4-5 ഡേയ്സ് നമുക്കിത് ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു പാടും പിന്നെ കുറച്ചൊക്കെ ഇതാണ്. അപ്പം 3 ആക്ടിവിറ്റി ഞങ്ങൾക്ക് മാറ്റിയിട്ട് 15 മാർക്ക്. അപ്പോൾ എനിക്ക് 15 എത്ര ഉണ്ട് നോക്കാം. 15 13 A ഗ്രേഡ്. അപ്പം 15 13 മാർക്കാണ്. അപ്പം മാത്സിൽ എനിക്ക് A ഗ്രേഡാണ്. അപ്പം 2 വിഷയങ്ങളിൽ A ഗ്രേഡ്. ഇനി അടുത്ത വിഷയം. അടുത്ത വിഷയം എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം ബേസിക് സയൻസ്. എവിടെയും സ്മാർട്ട് ആവും. ബേസിക് സയൻസ് ബേസിക് സയൻസ് ആണ് അടുത്തത്. ബേസിക് സയൻസ് എല്ലാവർക്കും ഏകദേശം അറിയുന്ന ഒരു വിഷയമാണല്ലോ ബേസിക് സയൻസ്. അല്ല, ബേസിക് സയൻസിന് BS എന്നുണ്ട്. 8th 9th 10th ഇതിന് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്ന് പറഞ്ഞിട്ടുള്ള 3 വിഷയങ്ങളാണ് തിരിച്ചിട്ടുള്ളത്. അത് അറിയാത്തവർക്ക് പണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. BS എന്ന് പറയുന്നത് ഇപ്പം 4th-ലും 3rd-ലൊക്കെ പഠിക്കുന്നവർക്ക് EVS എന്ന് പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, അത് തന്നെയാണ് ബേസിക് സയൻസ്. പക്ഷേ EVS-ൻ്റെ കാട്ടിയും ഇതിൽ കെമിസ്ട്രി, ഫിസിക്സ് അതിലുണ്ട്, പക്ഷെ ഇതിൽ ഒന്നുകൂടി കൂടും. അപ്പം അതിന് നമ്മൾ ബേസിക് സയൻസ് എന്ന് പറയും. ബേസിക് ഓഫ് സയൻസ് BS. അപ്പം അതിൽ എനിക്ക് എത്ര മാർക്ക് നോക്കട്ടെ. 30-ൽ 25. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും ഉണ്ട്. ഞാൻ റിയലി വിചാരിച്ചിരുന്നത് എനിക്ക് മാർക്ക് ഭയങ്കര കുറവാണ്. എനിക്ക് റിയലി 13-ൽ ഐ ഫീൽ ലൈക്ക് ഒരു B ആയിരിക്കും എന്നാണ്. ബട്ട് 13-ൽ 23 വരെ A ആണ്. അപ്പോൾ 25 എന്ന് പറഞ്ഞത് A ആണ്. എനിക്ക് സ്റ്റാർ കൊടുക്കും. അപ്പം ദെൻ ഐ എം സോ ഹാപ്പി. പിന്നെ നമ്മളെ സ്വന്തമല്ല. ഓക്കെ, ചില ആൾക്കാർക്ക് ഇഷ്ടമുള്ള, ചില ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിഷയമാണ്. ഇൻ്റർനാഷണൽ ലാംഗ്വേജ് അല്ല എന്നതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം നമ്മളെ അറബികളെ മുഖ്യ ഭാഷയായിട്ടുള്ള അറബി കണ്ടുണ്ടോ? ഈ അറബി ഫസ്റ്റ് ഞങ്ങൾക്ക് ഓറിയൻ്റ് സ്കൂളിൽ ഈ സുലമുസ്സലാം ഓറിയൻ്റ് എന്ന് പറയുന്ന എല്ലാ സ്കൂളിലും ഉള്ളൊരു വിഷയമാണ്. 2 അറബികൾ, അറബി ഫസ്റ്റ്, അറബി സെക്കൻഡ് കാണിക്കണില്ല. കാരണം കുറേ ആൾക്കാർക്ക് ഓറിയൻ്റ് പഠിക്കാത്ത കുറേ ആൾക്കാർക്ക് ഇല്ലാത്തൊരു വിഷയമാണല്ലോ അറബി സെക്കൻഡ്. അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. അറബി സാധാ അറബി തന്നെ കാണിക്കാൻ വിചാരിച്ചു. അപ്പം അറബിയിൽ എനിക്ക് 25-ൽ 66 കേട്ടോ. 25-ൽ 66 അല്ല, 25-ൽ 22. അപ്പം അതിലും എനിക്ക് A ഗ്രേഡ് തന്നെയാണ്. 25-ൽ 22. ഇത് റിയലി ഞാൻ B വിചാരിച്ചൊരു വിഷയമായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത വിഷയം, അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അതാണ് നമ്മുടെ സ്വന്തം മലയാളം. എവിടെയാണ് മലയാളം?
അത് ഞാൻ ദേഷ്യം പിടിച്ച് എഴുതിയത് ടെയാണ് മലയാളം എന്ന് പറയുന്നത് മലയാളത്തിൽ ഭയങ്കര വീക്കാണ്. എല്ലാ വിഷയത്തിനാണ് ഞാൻ വീക്ക് മലയാളത്തിലാണ്. അയ്യോ, എല്ലാ വിഷയത്തിനായിട്ട് ഞാൻ വീക്ക് മലയാളത്തിലാണ്. കാരണം ഞാൻ LKG മുതൽ ഒരു 3rd വരെയാണ് CBSE പഠിച്ചത്. CBSE പഠിച്ചപ്പോൾ ഇംഗ്ലീഷ് ആ സ്കൂളിൽ പറയുന്നത് ഇംഗ്ലീഷ് ഭയങ്കര മുഖ്യമാണ്. ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ നേരെ പ്രിൻസിപ്പാൾ എടുത്തേക്കാണ്. നമ്മൾ സാർമാരോ മിസ്സുമാരോ ചോദ്യം ഒന്നും വേണമെങ്കിൽ ഇംഗ്ലീഷ് ചോദിക്കണം. അവിടെ മലയാളം പറയും കേട്ടോ, നമുക്ക് അത്രയും മീനിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ മലയാളം പറയും. പക്ഷെ നമ്മൾ അത്രക്കും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. ഇംഗ്ലീഷിനകത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് ഫുൾ ഇംഗ്ലീഷ് എന്നാണ് തോന്നി ഞാൻ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിൽ നന്നായിട്ട് വീക്കായി. പക്ഷേ പിന്നെ ഞാൻ കേരള സിലബസ് 4th കേരള സിലബസ് വന്നതിന് ശേഷം കുറച്ചൊക്കെ ഇതായിരുന്നത്. പിന്നെ 5th 6th ഒക്കെ എത്തിയപ്പോൾ പിന്നെ കുഴപ്പമില്ല. എനിക്ക് 25ൽ 19 മാർക്കുണ്ട്. 18 മാർക്ക് 19 മാർക്ക് എനിക്ക് ആണ് കേട്ടോ. അപ്പം മലയാളമാണോ എന്തൊക്കെ എഴുതി ശരിക്കും എന്താ നിൽക്കുക. ഞാൻ അടുത്ത ഹിന്ദിയിൽ റിയലി ഞാൻ മാർക്ക് പോയി തന്നെയായിരുന്നു. അടുത്ത വിഷയം അതാണ് ഹിന്ദി. ഹിന്ദിയിൽ ഇത്ര മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു. എനിക്ക് ഒരു ആക്ടിവിറ്റി ഫുള്ള് തെറ്റാന്നുള്ള കാര്യത്തിൽ എനിക്കാന്ന് അറിയാമായിരുന്നു. അതിൽ ഹിന്ദി കാണിച്ചു എൻ്റെ 8th നിങ്ങളൊന്ന് വിചാരിക്കേണ്ട, എൻ്റെ 8th ഇതല്ല. ഓക്കെ, അപ്പം ഹിന്ദിയിൽ എനിക്ക് മാർക്ക് വേണ്ട 25ൽ 20 മാർക്ക് ആണ്. ഇനി അടുത്ത വിഷയം എന്ന് പറയുന്നത് ആർട്ട് എഡ്യൂക്കേഷനാണ്. ഇത് കാണിക്കാനൊന്നുമില്ല. 15ൽ 11 മാർക്ക്. ആർട്ട് PT വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയണത് വർക്ക് എഡ്യൂക്കേഷൻ അതെന്ന് പറയുന്നത് റിയലി നമ്മൾ അതിന് നിർബന്ധമില്ലാത്തൊരു വിഷയമാണ്. കാരണം നമുക്ക് നിർബന്ധമില്ല. ഇത് 3ഉം നമ്മളെ മാർക്കിൽ കൂട്ടില്ല. അത് റിയലി ഒരു ഇതായിട്ട് നടത്തുന്ന ഒരു എക്സാമാണ്. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി എനിക്ക് വർക്ക് എക്സ്പീരിയൻസിൽ 13 മാർക്കാണ്. പിന്നെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ 10 മാർക്കുമാണ്. അപ്പം എനിക്ക് എല്ലാ വിഷയത്തിലും 15ക്കാണ് കേട്ടോ. അപ്പം എല്ലാ വിഷയത്തിലും ഞാൻ പാസ്സായി വിത്ത് എ ഗ്രേഡ്. അപ്പം എനിക്ക് എല്ലാ വിഷയത്തിലും A ഗ്രേഡാണ്. ദെൻ ഐ ആം സോ ഹാപ്പി. ഞാൻ കുറേ വിഷയത്തിൽ BC-D വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കിട്ടിയില്ല. ഫുൾ A തന്നെ കിട്ടി. അപ്പം ഐ ആം സോ ഹാപ്പി. അപ്പം നിങ്ങളിൻ്റെ ചാനൽ കൂടി നല്ലതാക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഒരു പറഞ്ഞില്ല. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ബൈ.